വലിയ വലിയ ബിൽഡിങ്ങുകളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതൊരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ 2 തവണ മിനിമം അത് ക്ലീൻ ചെയ്തിരിക്കണമെന്നുള്ളത് നിയമമാണ്. ഞാൻ ആ പ്രോസസ്സ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഈ വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവനും വറ്റിച്ചു കളയും. എന്നിട്ടാണ് ക്ലീനിങ് ആരംഭിക്കുന്നത്. ക്ലീനിങ്ങിന് ശേഷം വീണ്ടും വെള്ളം നിറച്ച് ക്വാളിറ്റി ചെക്ക് അടക്കം ചെയ്യും. അതായത് വർഷത്തിൽ മിനിമം 2 തവണയെങ്കിലും ബിൽഡിങ്ങുകളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അത് സേഫായും ഹൈജീനിക്കായും ബ്രൂക്ക് പെസ്റ്റ് കൺട്രോൾ ചെയ്തു തരും. അതുപോലെ തന്നെ ഏതൊരു വലിയ ബിൽഡിങ്ങിന്റെയും ഈ ഫ്രണ്ട് ഏരിയയും കോറിഡോറും ഒക്കെ ക്ലീൻ ചെയ്യുന്ന സർവീസ് ഉണ്ടല്ലോ, അതും ബ്രൂക്ക് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി എന്നിങ്ങനെയുള്ള പ്രത്യേക പാക്കേജസും അവൈലബിൾ ആണ്. ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ AC ഡക്റ്റ് അടക്കമുള്ള ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് തരം സർവീസുകളും ഇവർ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രൂക്ക് പെസ്റ്റ് കൺട്രോൾ ഈ സർവീസുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വിശ്വസിച്ചേൽപ്പിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളുടെ വാട്ടർ ടാങ്ക് ക്ലീനിങ് അല്ലെങ്കിൽ മെയിൻ ഏരിയ ക്ലീനിങ്, അങ്ങനെ ക്ലീനിങ്ങിന് പല ഡിവിഷൻസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്രൂക്ക് പെസ്റ്റ് കൺട്രോളിനെ വിളിക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അവർ ആനുവൽ മെയിൻ്റനൻസ് ഉണ്ടല്ലോ, AMC സർവീസ് അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.